കോഴിക്കോട്ടും ആവേശകരമായ കലാശക്കൊട്ടിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് ചേർന്നത്. അനീഷ്, ആവേശകരമായ പ്രചാരണം, തർക്കങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, ഇതിനൊക്കെ ഒടുവിൽ ഇനി മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപായുള്ള അവസാന മണിക്കൂറാണുള്ളത്. കോഴിക്കോട്ട് എത്രത്തോളം ഉണ്ട് ആവേശം? കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ ഉള്ളത്. കാരണം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ വലിയ നാടും നഗരവും ഇളക്കിയുള്ള തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളാണ് നടന്നിരുന്നത്. ഇതിന്റെ ഒരു അവസാന ദിവസം ആഘോഷമാക്കി മാറ്റുക തന്നെയാണ് പ്രവർത്തകർ ചെയ്യുന്നത്. രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും ഈ സ്ഥാനാർത്ഥികളുമായുള്ള റോഡ് ഷോകളും മറ്റും ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മെഗാ റോഡ് ഷോകൾ എന്ന രീതിയിലേക്ക് മാറുന്നത്. നമ്മളിപ്പോൾ മീൻചന്ത ഭാഗത്ത് PA മുഹമ്മദ് റിയാസ് മന്ത്രിയും ഒപ്പം മുസാഫിർ അഹമ്മദ് ഡെപ്യൂട്ടി മേയർ കോഴിക്കോട് കോർപ്പറേഷനിലെ ഇരുവരും പങ്കെടുക്കുന്ന റോഡ് ഷോ ആണ് നമ്മൾ കല്ലായിൽ നിന്നും മീൻചന്ത ഡിവിഷനിൽ കാണുന്നത്. ഒരുപക്ഷെ LDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ അടുത്ത മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ആൾ തന്നെയാണ് മുസാഫിർ അഹമ്മദ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന രീതിയിൽ ഒരു മുതിർന്ന നേതാവ് കൂടിയാണ് മുസാഫിർ അഹമ്മദ്. അദ്ദേഹത്തിനൊപ്പമാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇപ്പോൾ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ കോർപ്പറേഷനിലെ മറ്റു ഡിവിഷനുകളിലും ജില്ലയുടെ മലയോര മേഖല അടക്കമുള്ള ഇടങ്ങളിലും വലിയ ആവേശം പകരുന്ന രീതിയിലുള്ള കൊട്ടിക്കലാശമാണ് നടക്കുന്നത്. നമുക്കറിയാം 2020 തെരഞ്ഞെടുപ്പ് അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ആധിപത്യമുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട്. ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയിലെല്ലാം വ്യക്തമായ ഭൂരിപക്ഷമാണ് 2020 LDF നേടിയത്. എന്നാൽ ഒരു നേരിയ മേൽക്കൈ നേടാൻ UDFന് നഗരസഭകളിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ 75 സീറ്റുകളായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അതിൽ 51 സീറ്റ് നേടിയാണ് LDF അധികാരത്തിൽ കയറിയത്. 45 സീറ്റുമായി ഒറ്റ കക്ഷിയായി പോലും ഭരിക്കാൻ കഴിയുമെന്ന അവസ്ഥയിലേക്ക് LDF മാറിയ ഒരു കോർപ്പറേഷനാണ്. UDFന് 17 സീറ്റുകളും NDAക്ക് 7 സീറ്റുകളുമാണുള്ളത്. എന്തായാലും BJP കഴിഞ്ഞ വർഷം 22 ഇടത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അതാണ് BJP ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം പകരുന്നത്, അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകുന്നത്. ആ 22 ഇടങ്ങളിൽ പലയിടങ്ങളിലും ഈ വർഷം വിജയിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. 10ഉം 50ഉം 100ഉം വോട്ടുകൾക്ക് താഴെ 3ാം സ്ഥാനത്തെത്തിയ ഡിവിഷനുകളുണ്ട്. അവ തിരിച്ചു പിടിക്കാനാവുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിനാവട്ടെ വർഷങ്ങളായി ഭരിക്കാൻ കഴിയാതെ വരുന്ന ഒരു നഗരസഭ എന്ന ചീത്തപ്പേരാണ് കോഴിക്കോട് കോർപ്പറേഷനുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ വിഭജിച്ച് പുതിയ ഇടങ്ങൾ, ബേപ്പൂരും അടക്കമുള്ള ഇടങ്ങൾ, എലത്തൂർ അടക്കമുള്ള ഇടങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് ചേർക്കും മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 33 സീറ്റുകൾ വരെ എത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ആ എലത്തൂരും ബേപ്പൂരും വന്നപ്പോഴാണ് ഭരണം CPMലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് സമാനമായ ഒരു സാഹചര്യം വീണ്ടും നിലനിൽക്കുന്നു എന്നാണ് UDF അവകാശപ്പെടുന്നത്. അവർ പൊതുസമ്മതനായ അല്ലെങ്കിൽ സംവിധായകൻ VM വിനുവിനെയൊക്കെ അണിനിരത്തിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വന്നത്. പക്ഷെ അദ്ദേഹത്തിന് വോട്ടില്ലാത്തത് കാരണം വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം. അദ്ദേഹത്തിനും പകരം ബൈജു കാളകണ്ടി എന്ന അവരുടെ പ്രാദേശിക നേതാവിനെ മത്സരിപ്പിക്കുന്ന സാഹചര്യം. അയൂബിനെ പോലെയുള്ള ആളുകൾ മതരായി മത്സരത്തിനിറങ്ങുന്ന സാഹചര്യം. ഒരുപിടി നേതാക്കൾ മറുവശത്തേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭരണത്തിൽ കുറഞ്ഞ മറ്റൊന്നും തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നില്ല എന്നതിനെ UDF പറയുന്നു. KPCC സെക്രട്ടറിയായ PM നിയാസ് ആണ് മേയർ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ഇരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ശോഭിതയെ പോലുള്ള മുതിർന്ന മുഖങ്ങൾ മത്സരിക്കുന്നു. രമേശ് ചെന്നിത്തല നേരിട്ട് തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിക്കുന്ന ഒരു ഇടം കൂടിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ഷാഫി പറമ്പിലിനെ പോലെയുള്ള പാർട്ടിയുടെ ഏറ്റവും കരുത്തന്മാരായ യുവ നേതാക്കൾ നേരിട്ട് പ്രചാരണത്തിനിറങ്ങി പോരാട്ടത്തെ നയിക്കുന്ന ഒരു ഇടം കൂടിയാണ് കോഴിക്കോട്. എന്തായാലും കോഴിക്കോട് ജില്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ UDFന് ബാലികേറ മലയായി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ നിൽക്കുമ്പോൾ അതിന് മാറ്റം വരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഷാഫി പറമ്പിലിനെ പോലുള്ള യുവ നേതാക്കൾ അരയും തലയും മുറുക്കി കോഴിക്കോട്ട് ഇറങ്ങുന്നത്. നമുക്കറിയാം പേരാമ്പ്ര പോലുള്ളിടങ്ങളിൽ നടന്ന സംഘർഷങ്ങൾ, അല്ലെങ്കിൽ അവിടെ നിരന്തരമായി CPMമായി ഒരു വാക്പോരിലേക്ക് പോലും നീങ്ങുന്ന ഒരു സാഹചര്യം. ഇതിനൊക്കെയുള്ള ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്നാൽ തങ്ങളുടെ ഉറച്ച കോട്ടയാണ്. ഒരു സാഹചര്യത്തിലും കോഴിക്കോട് കോർപ്പറേഷൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് തന്നെ അവർ പറയുന്നു. ജില്ലാ പഞ്ചായത്തുകൾ പരിശോധിച്ചാൽ ആകെയുള്ള 27 ഡിവിഷനുകളിൽ 18 സീറ്റുകൾ നേടിയാണ് LDF കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ചത്. UDFന് 9 സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ കരസ്ഥമാക്കാൻ പറ്റിയത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 12 ബ്ലോക്ക് പഞ്ചായത്തുകൾ LDF നേടിയപ്പോൾ UDFന് വളരെ കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകൾ മാത്രം 2 മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യമാണ് ഉണ്ടായത്. ഗ്രാമപഞ്ചായത്തുകളിൽ LDF 42 അതായത് 70-ൽ 42 LDF ഭരിക്കുന്ന സാഹചര്യം. ചിലയിടങ്ങളിൽ സ്വതന്ത്ര അടക്കം വിധി നിർണ്ണയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഫറോക്ക്, രാമനാട്ടുകര, പയ്യോളി, കൊടുവള്ളി പോലുള്ള ഇടങ്ങളാണ് UDF ഭരിക്കാൻ പറ്റിയ നഗരസഭകൾ. പക്ഷേ കൊടുവള്ളി അടക്കമുള്ള ഇടങ്ങളിൽ ഇത്തവണ ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിച്ചാണ് CPM മത്സരിക്കുന്നത്. കാരാട്ട് ഫൈസലിനെ പോലെയുള്ള ആളുകൾ ഇത്തവണ പ്രതിച്ഛായ നോക്കി കഴിഞ്ഞ തവണ അദ്ദേഹത്തെ പിൻവലിപ്പിച്ചെന്ന് അടക്കമുള്ള പല ആരോപണങ്ങൾ നിൽക്കുമ്പോൾ ഇത്തവണ കാരാട്ട് ഫൈസലൊക്കെയാണ് മുൻ നിരയിൽ ഇറങ്ങി കളിച്ച് LDF മുന്നോട്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഇടങ്ങൾ കൂടി തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. ഒപ്പം ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം തുറന്നു കാട്ടിയാണ് ആദ്യഘട്ടം മുതൽ LDF വോട്ട് നേടുന്നത്. മറുവശത്ത് സഖ്യമല്ല എന്ന് ആദ്യമൊക്കെ പരസ്യമായി പറഞ്ഞെങ്കിലും പിന്നീട് അവർ ഈ കൂട്ടുകെട്ടിനെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. വിജയിക്കാനായി ആരുടെ വോട്ടുകൾ വേണമെങ്കിലും സ്വീകരിക്കുമെന്ന നിലപാടിലേക്ക് UDF എത്തുന്ന കാഴ്ച, SDP ബന്ധം CPM-നുണ്ടെന്ന് ആരോപിച്ച് UDF രംഗത്തെത്തുന്ന കാഴ്ച, വിഷയങ്ങൾ മാറി മാറി വരുന്ന സാഹചര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ശബരിമല വിവാദവും ഒക്കെ തെരഞ്ഞെടുപ്പിൽ വോട്ടായി പ്രതിഫലിക്കുമെന്ന ഒരു കണക്കൂട്ടലിലാണ് UDF ഉള്ളത്. നമുക്കറിയാം ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തെയും ചേർത്തുള്ള ആരോപണങ്ങൾ. രാഹുൽ മാങ്കൂട്ടം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം ഷാഫിക്കുണ്ടെന്ന് ആരോപിച്ച് ഭരണപക്ഷം രംഗത്ത് വരുന്ന സാഹചര്യം. അങ്ങനെ എല്ലാ തരത്തിലും ഒരുപാട് വിഷയങ്ങൾ മാറി വന്ന തെരഞ്ഞെടുപ്പായിരുന്നു. എന്തായാലും കോഴിക്കോട്ടെ ഇടത് കോട്ടയ്ക്ക് വിള്ളൽ വരുത്താനാകുമോ എന്നതാണ് UDF നോക്കുന്നത്. കാരണം കോഴിക്കോട്ടെ ഇടത് കോട്ടയ്ക്ക് ഇളക്കം വരുത്തിയാൽ, ചെങ്കോട്ട തരിപ്പണമാക്കിയാൽ തിരുവനന്തപുരത്തെ പിടിക്കാൻ കഴിയും. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഭരണം, കേരളത്തിന്റെ മൊത്തം ഭരണം കയ്യിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് UDF ഉള്ളത്. എന്തായാലും ഈ പ്രചാരണങ്ങൾക്കൊക്കെ അതേ രീതിയിലുള്ള ആവേശം നൽകുന്ന ഒരു കൊട്ടിക്കലാശത്തിനാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. എല്ലാ ഇടത്തും ഒരേ സമയത്ത് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളും ആർത്തുവിളികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ബോർഡുകളും മറ്റുമൊക്കെയായി പ്രചരണം നടത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീജ. ശരി, അനീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റത്തേക്ക് പോകുന്നു. അവിടെ കാസർഗോഡും ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് കണ്ടത്. ഒരു ത്രികോണ മത്സരത്തിന്റെ എല്ലാ ആവേശവും തുടക്കം തൊട്ടേ പ്രചാരണത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അവസാന മണിക്കൂറുകളിൽ എങ്ങനെയാണ്? KV ബൈജു വിവരങ്ങളുമായി ചേർന്നു.